സ്കോട്ട്ലൻഡിലെ ലോക്നെസ് തടാകത്തിലുണ്ടെന്ന് പറയപ്പെടുന്ന ഭീകരജീവിയായ നെസ്സിയെ കണ്ടെത്താൻ തിരച്ചിൽ ശക്തം. ചരിത്രത്തിൽ ആദ്യമായി ജലാന്തര ഡ്രോണുകൾ ഉപയോഗിച്ച് തടാകത്തിനുള്ളിലെ ദൃശ്യങ്ങൾ പകർത്തിയാണ് പര്യവേഷണം. നെസ്സിയെ കണ്ടെത്തിയില്ലെങ്കിലും സാൽമണുകൾ ഉൾപ്പെടെ വൻതോതിലുള്ള മത്സ്യസമ്പത്ത് തടാകത്തിലുണ്ടെന്ന് ഡ്രോൺ ദൃശ്യങ്ങൾ തെളിയിച്ചു. ലോകമെങ്ങും പ്രശസ്തമായ ദുരൂഹ ജീവിയാണ് സ്കോട്ട്ലൻഡിലെ ലോക്നെസ് തടാകത്തിലെ ഭീകരൻ നെസ്സി. തടാകത്തിൽ നിന്ന് തലനീട്ടുന്ന രീതിയിലുള്ള ഈ ജീവിയുടെ ചിത്രങ്ങൾ 1934 മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും തുടർന്ന് സംഭവത്തിന് രാജ്യാന്തര പ്രശസ്തി കൈവരിക്കുകയും ചെയ്തിരുന്നു. നിരവധി അന്വേഷണങ്ങളും തിരച്ചിലുകളും ഇതേ തുടർന്ന് നടന്നിരുന്നെങ്കിലും നെസ്സി എന്ന ഭീകരജീവിയെ മാത്രം കണ്ടെത്താനായില്ല. ഭീകരജീവിയെക്കുറിച്ചുള്ള കഥകൾ സ്കോട്ട്ലൻഡിൽ പ്രാചീന കാലം മുതലുണ്ട്. 37 കിലോമീറ്ററോളം ചുറ്റളവുള്ള തടാകമാണ് ലോക്നെസ്. സ്കോട്ടിഷ് ഹൈലാൻഡ്സിലെ നദിയായ നെസ്സിൽ നിന്നുള്ള ജലമാണ് പ്രധാനമായും ഈ തടാകത്തിലേക്ക് എത്തുന്നത്. സ്കോട്ടിഷ് നാടോടിക്കഥകളിലെ നെസ്സി എന്ന ഈ ഭീകരജീവിയെ പറ്റി പരാമർശമുണ്ട്. ലോക്നെസ് തടാകത്തിൽ അധിവസിക്കുന്ന ഭീകരജീവിയായാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. AD 565 ആദ്യമായി ഇതിനെ തടാകത്തിൽ കണ്ടെത്തിയതെന്ന വാദം ഉയർന്നത്. പിന്നീട് പലരും ഈ ജീവിയെ കണ്ടെന്ന വാദം ഉയർത്തി രംഗത്ത് വന്നിരുന്നു. 1934 റോബർട്ട് കെന്നറ്റ് വിൽസൺ എന്ന ലണ്ടനിൽ നിന്നുള്ള ഗൈനക്കോളജിസ്റ്റ് എടുത്ത ചിത്രമാണ് ലോകമെങ്ങും നെസ്സി എന്ന ഭീകരജീവിയെ പറ്റി പ്രശസ്തി സൃഷ്ടിച്ചത്. സർജന്റെ ഫോട്ടോഗ്രാഫ് എന്ന പേരിൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പ്രശസ്തി നേടി. ബ്രിട്ടീഷ് മാധ്യമമായ ഡെയിലി മെയിൽ അവരുടെ പത്രത്തിൽ ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ലോക്നെസ് തടാകത്തിലെ ജലോപരിതലത്തിൽ നിന്ന് തലനീട്ടുന്ന രീതിയിലായിരുന്നു ഈ ചിത്രം. 60 വർഷങ്ങളോളം ഈ ചിത്രം ദുരൂഹതയായി തുടർന്നു. 1994 ഈ ചിത്രം വ്യാജമാണെന്ന് വിധി എഴുതി. 2019 ലോക്നെസ് തടാകത്തിൽ ജനിതക ഘടന വിലയിരുത്തി ഒരു പരിശോധന ശാസ്ത്രജ്ഞ സംഘം നടത്തിയിരുന്നു. നെസ്സിയുടെ എന്തെങ്കിലും ജനിതകപരമായ തെളിവുകൾ ഉണ്ടോ എന്ന് നോക്കാനായിരുന്നു ഇത്. എന്നാൽ തെളിവുകളൊന്നും ലഭിച്ചില്ല. കാലങ്ങൾ കഴിഞ്ഞിട്ടും ലോക്നെസ് ഭീകരജീവിയായ നെസ്സി ഇന്നുമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഒട്ടേറെയുണ്ട്.